തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് അമ്മയും കുഞ്ഞും മരിച്ചു. പൂന്തുറ സ്വദേശി ഷമീനയാണ് മരിച്ചത്. ആശുപത്രിയിൽ പോകാതെ പ്രസവം എടുക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിഷ്ണു, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് ഏകദേശം വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയാണ് മരിച്ചത് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യുവതിയുടെ കുഞ്ഞും ഈ സംഭവ സമയത്ത് തന്നെ മരിച്ചു എന്നുള്ള വിവരം കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി, അതായത് ഷമീന എന്ന പൂന്തുറ സ്വദേശിനി ഗർഭിണിയായിരുന്നു. ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ പ്രസവം ഉൾപ്പെടെയുള്ള നടപടികളും ചടങ്ങുകളും ഒക്കെ തന്നെ ഈ വീട്ടിൽ തന്നെയാണ് എടുത്തത്. ഇതേ തുടർന്നുണ്ടായ വീഴ്ചയാണ് ഈ ഒരു മരണകാരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസും ഒപ്പം തന്നെ ബന്ധുക്കളും പരിശോധിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ മൃതദേഹം സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രസവത്തിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ഔദ്യോഗികമായി അറിയിക്കുന്നത്. കാരക്കാമണ്ഡപത്തിന്റെ സമീപത്ത് താമസിച്ചു വരുന്നവയ്ക്കായിരുന്നു ഇരുവരും എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വീട്ടിൽ നടന്ന പ്രസവമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് പോയില്ല, പ്രസവം ഉൾപ്പെടെയുള്ള നടപടികൾ വീട്ടിൽ തന്നെ എടുത്തു എന്നുള്ള ചോദ്യം അത് ഈ സമയത്തും ഉയരുകയാണ്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വിശദ വിവരങ്ങൾ തേടുന്നുമുണ്ട്. വിഷ്ണു.